പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു യോക്ക് നെക്ക് ഡിസൈനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു അംബ്രല്ല കുർത്തിയുടെ ടോപ്പ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ലേസ് വെച്ചിട്ടാണ് ഞാൻ ഈ നെക്ക് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ലേസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലൊരു ക്ലോത്ത് പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് 6 ഇഞ്ച് വിഡ്ത്തും 10 ഇഞ്ച് ലെങ്ത്തുമാണ് വരുന്നത്. ഈ ഒരു പീസ് നമുക്ക് ആദ്യം നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ സൈഡിലേക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഞാനത് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് താഴെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് നമുക്ക് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ക്ലോത്തിൻ്റെ അതേ അളവിൽ നമുക്കിതുപോലെ 2 പീസ് ലേസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ലേസ് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ആ തുണിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത പീസ് എടുക്കുക, അതും ഇതുപോലെ വെക്കുക. ആ രണ്ടിൻ്റെ ആ ഒരു ട്രയാങ്കിൾ പോലെ വരുന്ന ഭാഗം രണ്ടിൻ്റെ അറ്റം മുട്ടുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് 2 സൈഡിലും അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുവിലായിട്ട് ഈ പീസ് ഇതുപോലെ വെച്ചിട്ട് 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ തുണിയായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇഞ്ച് വിഡ്ത്ത് വരുന്ന 2 പീസ് ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കത് ജോയിൻ ചെയ്തിട്ട് നമുക്കിതിൻ്റെ നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 2 ക്രോസ് പീസ് ഇതുപോലെയാണ് വെക്കേണ്ടത്. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ലെങ്ത്തുള്ള ക്രോസ് പീസ് കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഇതിൻ്റെ നെക്കിൽ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ ക്രോസ് പീസ് ഇതുപോലെ നടുവേ മടക്കിയിട്ട് അതിൻ്റെ സൈഡിലേക്കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സൈഡിലെ സ്റ്റിച്ച് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പീസ് ഇതിൻ്റെ നെക്ക് ലൈനിൻ്റെ ഇവിടെ ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിൽ ആ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ദാ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് ഭാഗം നമുക്ക് ഈ ഒരു ഭാഗം നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷം സൈഡിൽ ഇങ്ങനെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട്, അല്ലെങ്കിൽ നന്നായി അയൺ ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അപ്പോൾ ദാ ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്ററിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ വേണമെങ്കിൽ ചെറിയ ചെറിയ മുത്തുകൾ വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ മുത്തുകൾ, ഈ പിങ്ക് കളറിലുള്ള മുത്തുകൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.